എമ്പുരാൻ സിനിമയെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത്. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞുണ്ടായ വിവാദങ്ങളും മറ്റു കോലാഹലങ്ങളൊക്കെയാണ് ഇത്തവണത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇൻക്രീസിംഗ്ലി വളരെ നാരോ മൈൻഡഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് 1973 ഇറങ്ങിയ നിർമാല്യം എന്ന് പറയുന്ന സിനിമ, ആ സിനിമയിൽ വെളിച്ചപ്പാടിൻ്റെ കഥാപാത്രം, പി ജെ ആൻ്റണി സാർ അവതരിപ്പിച്ച കഥാപാത്രം ഭഗവതിയുടെ വിഗ്രഹത്തിന് നേരെ തുപ്പുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം ഇന്നാണ് ചെയ്യുന്നതെങ്കിൽ അതിനുണ്ടാവുന്ന റെപ്പർക്കഷൻസ് എന്താണെന്ന് ആലോചിച്ച് ഞാൻ അന്തം വിട്ട് പോയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അത് അന്ന് അത്ര ഫ്രീ ആയിരുന്നു. ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാമായിരുന്നു. ആൾക്കാർക്ക് അതൊക്കെ വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടും അതൊരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷനായിട്ടും കാണുമായിരുന്നു. ഇന്നത് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ നിരൂപകർ പറയുന്നത് അത് ഭഗവതിയുടെ വിഗ്രഹത്തിൽ തുപ്പിയത് കഥാപാത്രം പോലുമല്ല, പി ജെ ആൻ്റണി എന്ന് പറയുന്ന ക്രിസ്ത്യാനിയാണെന്നൊക്കെ പറയും. ഇപ്പോൾ ആ അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ഏറ്റവും തെറ്റാണ്. കലയോടും സമൂഹത്തോടും നമ്മുടെ ഡെമോക്രാറ്റിക് സെറ്റപ്പിനോട് തന്നെ ചെയ്യുന്ന ഒരു വലിയ എക്സ്പ്രസീവ് ആർട്സിനോട് ചെയ്യുന്ന വലിയ അനീതിയാണ്. ഇങ്ങനെ തലനാരിഴ കീറി ആവശ്യമില്ലാത്ത അർത്ഥങ്ങൾ കാണുകയും ആവശ്യമില്ലാത്ത ദൃശ്യകോണുകളിൽ കൂടെ നോക്കുകയും പൊതുവെ സംശയത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് തെറ്റായ ഒരു പ്രവണതയാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. സാധാരണ ഏത് സിനിമ ഇറങ്ങിയാലും നമുക്കറിയാം, ഒന്നില്ലെങ്കിൽ ആ സിനിമ വിജയിക്കും അല്ലെങ്കിൽ പരാജയപ്പെടും. ചിലപ്പോൾ നമ്മൾ ഈ സിനിമ വളരെയധികം സെലിബ്രേറ്റ് ചെയ്തെന്നൊക്കെ വരാം. ഈ ലൂസിഫറിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ ഒരു സാധാരണ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന പോലെയാണ് എമ്പുരാന് വേണ്ടി നമ്മൾ കാത്തിരുന്നത്. ഫസ്റ്റ് ഡേ തന്നെ ആ സിനിമക്ക് പോകുന്നതും ഒക്കെ. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് ആദ്യത്തെ ദിവസം തന്നെ ഈ സിനിമയിലെ കലാപത്തിന്റെ ചില രംഗങ്ങളും വില്ലന്റെ ബജ്റംഗി എന്നുള്ള പേരും ഒക്കെ ഒരു വിഭാഗം ആളുകളെ വ്രണപ്പെടുത്തി എന്ന് പറയുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഇത് സിനിമയുടെ അണിയറ പ്രവർത്തകർ പോലും ഇങ്ങനെയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ച് കാണില്ല. കാരണം അത്രമാത്രം സൈബർ അറ്റാക്ക് ആണ് പൃഥ്വിരാജിന്റെ, മോഹൻലാലിന്റെ ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നത്. ലാലേട്ടനെ നമുക്കറിയാം, പുള്ളി മാപ്പ് എഴുതി കൊടുത്തു, പൃഥ്വിരാജ് അത് ഷെയർ ചെയ്യുകയും ചെയ്തു. ഏതായാലും ഞാൻ ഇതിന്റെയൊക്കെ നിയമവശങ്ങളെ കുറിച്ച് അറിയാൻ നമ്മുടെ വക്കീലായ ലോയർ ബ്രോയോട് ചോദിച്ചു. അപ്പൊ പുള്ളി ഇങ്ങനെ പറഞ്ഞു: എമ്പുരാൻ സിനിമയുടെ 2 മിനിറ്റ് ഭാഗം കട്ട് ചെയ്തു എന്ന് പറഞ്ഞ വാർത്ത വന്നു മുതൽ ഇങ്ങനെ കട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ സിനിമയിലെ ഏതെങ്കിലും രംഗങ്ങൾ, കണ്ടന്റ്, സ്റ്റോറി, ഡയലോഗ് ഏതെങ്കിലും രീതിയിൽ ഇന്ത്യൻ നിയമങ്ങളെ വയലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണോ എന്നുള്ള ചോദ്യം. അതിനുള്ള ഉത്തരം ഒരു ബിഗ് നോ എന്നാണ്. ഈ സിനിമ ഫസ്റ്റ് ഡേ കണ്ട വ്യക്തി എന്ന നിലയിൽ ആ സിനിമയിലെ ഒരു രംഗങ്ങൾ, സീൻസ്, ഡയലോഗ്, സ്റ്റോറി ഒരു രീതിയിലും ഇന്ത്യൻ നിയമങ്ങളെ വയലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ആ സിനിമ കട്ട് ചെയ്താലും കട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഒരു രീതിയിലും പ്രശ്നമില്ല. ഇറ്റ്സ് എ ക്ലീൻ മൂവി. സംഭവം സിമ്പിളാണ്. ഇപ്പോൾ സെൻസർ ബോർഡിൻ്റെ അംഗീകാരം കിട്ടി പുറത്തിറങ്ങി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമക്ക് ചില മതവിഭാഗങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ പറഞ്ഞ് അവരുടെ ഇംഗിതത്തിന് വഴങ്ങി ആ സിനിമക്ക് കത്രിക വെക്കുന്നത് തന്നെയാണ് ആക്ച്വലി ഏറ്റവും വലിയ ഫാസിസം. ഇനിയിപ്പോൾ ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന ചിലർ കേരള സ്റ്റോറിയും പൊക്കിക്കൊണ്ടുവരും. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കേരള സ്റ്റോറി ഒരു പക്കാ പ്രൊപ്പഗാൻഡ സിനിമ തന്നെയാണ്. ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആ സിനിമ കള്ളങ്ങൾ കൊണ്ടുള്ള ഒരു ഡാറ്റ തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോൾ കേരളത്തിനെ പറ്റിയും മലയാളികളെ പറ്റിയും ഒരു വളരെ മോശം ഇമേജ് ആ സിനിമ കാരണം ഉണ്ടായിട്ടുണ്ട്. എന്ന് കരുതി കേരള സ്റ്റോറിക്ക് കത്രിക വെക്കണമെന്നോ ആ സിനിമ ബാൻ ചെയ്യണമെന്നോ ഒരിക്കലും ഞാൻ പറയില്ല, നിങ്ങളും പറയരുത്. ഇത് തന്നെയാണ് എമ്പുരാൻ കാരണം വ്രണപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കൊരു സിനിമ ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല, അതിനിങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, ആ സിനിമയ്ക്ക് ഇങ്ങനെ ചില കുറവുകളുണ്ട്, ഈ ഭാഗത്തോട് എനിക്ക് യോജിപ്പില്ല, ഇങ്ങനെ ഒബ്ജക്റ്റീവായിട്ട് വേണം ആ സിനിമയെ വിമർശിക്കാൻ. ഇപ്പോൾ ഇതിനു മുമ്പും നമ്മുടെ ഈ ചാനൽ സിനിമ റിവ്യൂ ചെയ്തതിലും ഇപ്പോൾ മോശം സിനിമകളെ മോശമായിട്ട് പറഞ്ഞതും ഒക്കെ നമ്മൾ സിനിമേനെ സിനിമയായിട്ട് തന്നെ കണ്ടിട്ട് വേണം അതിനെ വിമർശിക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സിനിമേനെ കുറേ ആളുകൾ കത്രി വെക്കുകയോ അല്ലെങ്കിൽ മൂടി വെക്കുകയോ ആ സിനിമേനെ ബാൻ ചെയ്യാൻ നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ ആളുകൾ ആ സിനിമേനെ അത്രയേറെ ഭയക്കുന്നു എന്നാണ്. കാരണം അവരുടെ എന്തൊക്കെയോ കുറേ കള്ളങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കൊണ്ടാണല്ലോ അവർ ആ സിനിമേനെ അങ്ങനെ മൂടി വെക്കാൻ നോക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ എമ്പുരാനെ വിമർശിക്കായിരുന്നു, ആർഗ്യൂ ചെയ്യായിരുന്നു, ഡിബേറ്റ് ചെയ്യായിരുന്നു. നമ്മളിപ്പോൾ കേരള സ്റ്റോറിനെ ഒപ്പോസ് ചെയ്ത് കണ്ടില്ലേ. എന്നാൽ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നത് അങ്ങനെയൊന്നും അല്ലല്ലോ. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുളിമുറിയിൽ എല്ലാവരും നഗ്നരാണ്. അതായത് എൻ്റെ മതത്തെയോ എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ വിമർശിക്കാത്തടത്തോളം കാലം ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും എന്നാണ് ഓരോ മതക്കാരും ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും ഒക്കെ പറയാതെ പറയുന്നത്. എന്നിട്ടും നമ്മൾ മലയാളികൾ നമ്മളെ തന്നെ വളരെ പ്രബുദ്ധരെന്നൊക്കെയാണ് ഇപ്പോഴും വിളിക്കുന്നത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ കാണിക്കുന്നത് പോലെ തന്നെ മഞ്ജു വാര്യറിനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ED ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെയ്ഡൊക്കെ ഈ പ്രൊഡ്യൂസറിൻ്റെ ഡയറക്ടറിൻ്റെ ഒക്കെ വീട്ടിലുണ്ടായെന്നുള്ളതാണ്. അപ്പോൾ ഇവർ വിമർശനങ്ങൾ എത്രമാത്രം ഭയക്കുന്നു എന്ന് ചുമ്മാ ഒന്ന് നോക്കിയാൽ മതി. വന്ന് ഇവിടെ ഇപ്പൊ ഒരു വിഭാഗത്തെയും വ്രണപ്പെടുത്താതെ നമുക്ക് സിനിമ എടുക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയായിട്ടുണ്ട്.
ഇത് കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടെ. ഇങ്ങനെയൊക്കെയുള്ള ജാതി ചോദിക്കരുതെന്ന് പറയുമ്പോൾ അപ്പോൾ അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതെ, സിനിമയിലാണ് ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ. ആ ക്യാരക്ടർ അങ്ങനെ പറഞ്ഞു, അയാളെന്തങ്ങനെ, അയാളെന്തിനാ അങ്ങനെ ഒരു പേരിട്ടു, ഈ കഥാപാത്രത്തിന് ഇങ്ങനെ ഒരു പേരിട്ടു, ഇത് ക്രിസ്ത്യാനി, അത് മുസൽമാൻ, ഇത് ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു നിരൂപണ രീതി എന്ന് പറയുന്നത് ഭയങ്കര അപകടകരമാണ്. അത് സംശയം ഉണ്ടാക്കാൻ, ഒരു സമൂഹത്തിൽ സംശയത്തിൻ്റെ വിത്തുകൾ പാകുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും തെറ്റായ ഒരു പ്രവണത. ഇനി നേരത്തെ സൂചിപ്പിച്ചതിൽ ഈ വസ്തുതകളായിട്ട് തന്നെ കാണിക്കണം എന്ന് പറയാൻ ഇതൊരു കോടതി ഉത്തരവോ അല്ലെങ്കിൽ ഒരു അന്വേഷണ റിപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ചരിത്ര ഗ്രന്ഥമോ ഒന്നുമല്ല, സിനിമയാണ്. സിനിമയിൽ ഫിക്ഷൻ ഉണ്ടാവും. അതിൽ ഈ സയ്യിദ് മസൂദിൻ്റെ ബാല്യം ഒരു കലാപത്തിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് സംവിധായകന് പറയുകയാണെങ്കിൽ നമ്മൾ ഉടനെ അതിലൊക്കെ ട്രിഗേർഡ് ആകുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വളരെ ഇടുങ്ങിയ ചിന്താഗതിക്കാരും ബാക്ക്വേർഡ് ഓഡിയൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണം കരുതാൻ. ഇപ്പോൾ കുരിശിന് തീ പിടിക്കുന്നു, അത് എൽ ഷേപ്പിൽ കത്തി വീഴുന്നു, ഇതിലൊക്കെ നമ്മൾ വളരെയധികം ട്രിഗേർഡ് ആകുന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. സിനിമയെ സിനിമയായിട്ടും സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ടും ആർട്ടിനെ ആർട്ടായിട്ടും കാണുന്ന ഒരു നല്ല കാലം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.